ഹലോ ഗൈസ്, എന്നിതാ പെട്ടെന്നൊരു നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കാനുള്ളൊരു പൂതി തോന്നി. അപ്പോൾ ഇതാ ചെറിയൊരു ചിക്കൻ കറിയും നെയ്ച്ചോറും. അങ്ങനെ സവോള വഴണ്ടി വരുമ്പോഴേക്കും മോള് ഗാർലിക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്. അപ്പോഴേക്കും നമ്മളുടെ സവോള നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ഗാർലിക് പേസ്റ്റ് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിലേക്ക് തട്ടിക്കൊടുത്തു. അങ്ങനെ ഗാർലിക് പേസ്റ്റ് നന്നായി അതിലിട്ട് വഴറ്റി. അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചിക്കൻ ഫ്രൈ ആയിട്ട് വന്നത്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ ബാക്കിയുള്ള പൗഡേഴ്സൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ടാണ് ഇന്ന് ചിക്കൻ കറി വയ്ക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചിക്കൻ മസാല ഇട്ടിട്ട് ചിക്കൻ കറി വയ്ക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് അങ്ങനെ ഇട്ട് വയ്ക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. ആൾ ബാച്ചിലർ റൂമിലായിരുന്നപ്പോൾ അങ്ങനെയാണ് വെച്ചിരുന്നതെന്ന് പറഞ്ഞിട്ട് ആൾക്ക് അങ്ങനെ ഇട്ട് കഴിക്കാനൊരു പൂതി. അങ്ങനെ ഞാൻ ചിക്കൻ മസാല വാരി അങ്ങോട്ട് വിതറി. ശരിക്കും അത്രക്കും ആവശ്യം ഉണ്ടായില്ല എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഞാനിത് ഫസ്റ്റ് അറ്റംപ്റ്റ് കാരണം ഫുൾ ഒരു ലോഡ് പൊടിയെടുത്ത് അതിൽ തട്ടി. എന്നാൽ ഇത് മാത്രമല്ല കേട്ടോ, അതിന് പുറമേ ഞാൻ പിന്നെയും മുളക് പൊടി വാരിയിട്ടു. അതുകൂടാതെ വേറെയും ഗരം മസാലയും എല്ലാം അതിന് പുറമേ വാരിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നന്നായി വഴണ്ട് വന്നപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി ഇട്ട് പിന്നെ കുറച്ച് യോഗേർട്ടൊക്കെ കൊടുത്തു. യോഗേർട്ടൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അങ്ങനെ അതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും ചിക്കൻ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചത് ഞാൻ ഒരു പ്ലേറ്റിലാക്കി വെച്ചിരുന്നു. അത് ഞാൻ അതിലേക്ക് തട്ടാനുള്ള പ്ലാനാണ് ഇനി. അപ്പോൾ അങ്ങനെ ചിക്കൻ തട്ടിക്കൊടുത്തു. ചിക്കൻ നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്തതാണ് ഓൾറെഡി. അപ്പോൾ പിന്നെ നമ്മൾ സെപ്പറേറ്റ് അത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി ഇനി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ കുഞ്ഞു ചിക്കൻ കറി റെഡി. ഞാനിത് മസാല നന്നായി പിടിഞ്ഞിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുകയാണ് അതിൻ്റെ ഇടയ്ക്ക്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഓൾറെഡി കെറ്റിലിൽ തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത്. കാരണം നമ്മൾ ഒരിക്കലും പച്ചവെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. ഓൾറെഡി വെന്ത ചിക്കനാണ്. അപ്പോൾ ഇനി നമ്മൾ അതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ചിക്കൻ കറിയുടെ പണിയുടെ കഴിഞ്ഞു, അത് ക്ലോസ്. ഇനി അടുത്തതായി നമുക്ക് നെയ്ച്ചോറിനുള്ള പണി നോക്കാം. നല്ല വലിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഗീ ഒഴിച്ചു കൊടുത്തു. ഗീ നന്നായി ഉരുക്കി വരട്ടെ. ഗീ ഉരുക്കി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള സ്പൈസസ് എല്ലാം റെഡിയാക്കി വയ്ക്കാം. ശേഷം സ്പൈസസും കുറച്ച് സവാളയും ഇട്ട് വഴറ്റി ഞാൻ നന്നായി അതിൽ ഗീയിലിട്ട് നന്നായി മുരിച്ചെടുത്തു. അതിനുശേഷം കഴുകി വെച്ചിരുന്ന അരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കൈമ റൈസാണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഗീ റൈസിനെല്ലാം ഞാൻ ഒരു കൈമ റൈസാണ് യൂസ് ചെയ്യാറ്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് മുൻകൂട്ടി ഇട്ട് കൊടുക്കാറുണ്ട്. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാമല്ലോ. വെള്ളം ആഡ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിക്കുന്നതിന് മുന്നായി ഞാൻ അല്പം പൈനാപ്പിൾ എസൻസ് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പൈനാപ്പിൾ എസൻസ് നല്ലൊരു നമ്മളുടെ നൊസ്റ്റു ഫ്ലേവറാണ്. പണ്ട് നമുക്ക് നെയ്ച്ചോറൊക്കെ കഴിക്കുന്ന ഒരു അതേ ടേസ്റ്റ് നമുക്ക് പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്താൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിവിടെ അല്പം പൈനാപ്പിൾ എസൻസ് ആഡ് ചെയ്ത് വെള്ളം ഒഴിക്കുന്നതിന് മുന്നായിട്ട് തന്നെ. അങ്ങനെ വെള്ളം ഒഴിച്ചു. പാകത്തിന് ഞാൻ അളന്നാണ് ഒഴിച്ചത്. അതിനുശേഷം ജസ്റ്റ് മൂടി വെച്ചു സിമ്മിലിട്ട് വേവിക്കുകയാണ് ചെയ്തത്. വിത്തിൻ 15 minutes ഗീ റൈസ് റെഡി.